ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ 2 കപ്പ് നിലക്കടല എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് നന്നായി റോസ്റ്റ് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് പീനട്ട് കാജു കട്ട്ല. ശരിക്കും നമ്മൾ അണ്ടിപ്പരിപ്പ് കൊണ്ട് ഉണ്ടാക്കും, അതുപോലെ തന്നെ നമുക്ക് പീനട്ട് വെച്ചിട്ടും ഇത് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ഏകദേശം നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഇളകി തുടങ്ങി. ഇനി നമുക്ക് ഇതിൻ്റെ ചൂടൊന്ന് ആറുന്നത് വരെ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് ഇരിക്കാം. ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. കൈ വെച്ചോ അല്ലെങ്കിൽ ഒരു ടവലിലിട്ടോ കളഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിപ്പയിലേക്ക് ഇട്ടിട്ട് നമുക്കിതിൻ്റെ അരിച്ചെടുക്കണം. എന്തെങ്കിലും കട്ടിയുള്ള ഇത് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് കളയാൻ വേണ്ടി. അപ്പോൾ പിന്നെ കുറച്ച് ഏലക്കായ പൊടിക്കാൻ വേണ്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പാൽപ്പൊടിയാണ്. അപ്പോൾ ഞാൻ അമൂല്യയുടെ ഒരു പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ മിക്സ് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിലക്കടല പൊടിച്ചതും പിന്നെ പാൽപ്പൊടിയും കൂടി ചേർത്തിട്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര മെൽട്ടാകാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി അലിയുന്നവരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ നന്നായി അലിഞ്ഞ് വരുന്ന സമയം ആണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നിലക്കടല. അപ്പോൾ അതിന് മുന്നേ നമുക്കൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് വെക്കാം. ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രം ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പഞ്ചസാര പാനി ഇങ്ങനെ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ഇതിങ്ങനെ ഒരു നൂൽ പരുവത്തിൽ ആകുന്ന സമയമാണ് നമ്മൾ ഈ നിലക്കടല ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പൊടിച്ച് വെച്ച നിലക്കടല ഇനി നന്നായി ഒന്ന് ഇളക്കി ഇത് കുറുക്കിയെടുക്കണം. അപ്പോൾ നന്നായി ഒന്ന് മെൽട്ടായി വന്ന് ഇതിനി നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ നന്നായി ഒന്ന് കുറുക്കിയെടുത്തിട്ട് വരാം. ഒരല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പാത്രത്തിൽ നിന്നും ഒരു സ്മെല്ലിന് വേണ്ടിയും പിന്നെ പാത്രത്തിൽ നിന്നും ഇത് ഇളകി വരാനും നെയ്യ് കുറച്ച് നല്ലതാണ്. ഫ്ലേവറിന് വേണ്ടിയും നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായി ഒന്ന് വറ്റുന്നത് വരെ നമ്മൾ കൈവച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം. അധികം ഇളക്കാതിരുന്നാൽ ചിലപ്പോൾ ഇതിങ്ങനെ കട്ട കെട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇത് ടൈറ്റായി വരുന്നുണ്ട്. ഇത് നമ്മൾക്ക് ബട്ടർ പേപ്പറിൽ ഇട്ടിട്ട് ചൂടോടുകൂടി ബട്ടർ പേപ്പറിൽ ഇട്ടിട്ട് നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് തന്നെ നന്നായി കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത്ര കുറുകുന്ന വരെ വെയിറ്റ് ചെയ്യാതെ നമുക്കത് നമ്മുടെ ബട്ടർ പേപ്പറിലിട്ട് കൈ കൊണ്ട് ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് നമുക്കത് അതിൻ്റെ പാകത്തിന് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പീനട്ട് നന്നായി കുറുകി വരുന്നുണ്ട്. ഇങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഈ സമയം ആണ് നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ചൂടോടുകൂടി തന്നെ നമ്മൾ നെയ്യ് തടവി വെച്ച പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം നല്ല ടൈറ്റായി വന്നിട്ടുണ്ട്.
ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള പാകം. ഇതുപോലെ ആയതിന് ശേഷം നമുക്ക് സ്റ്റീൽ പാത്രത്തിൽ നമ്മൾ കുറച്ച് നെയ്യ് തടവി വെച്ചതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു ചപ്പാത്തി കോല് കൊണ്ട് നമുക്കിതുപോലെ പ്രസ് ചെയ്തിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇത് നല്ല സോഫ്റ്റ് ആയി കിട്ടും നമ്മൾ ബട്ടർ പേപ്പറിലിട്ടിട്ട് ഇതുപോലെ പ്രസ് ചെയ്തെടുത്താൽ. ഇപ്പോൾ ബട്ടർ പേപ്പർ കയ്യിലില്ലാതെ കൊണ്ട് ആണ് ഞാൻ ഈ ചപ്പാത്തി കോല് വെച്ച് തയ്യാറാക്കിയത്. ഇനി നമുക്കിതിങ്ങനെ ഡയമണ്ട് ഷേപ്പിൽ ഇതുപോലെ വിവിധ ഷേപ്പുകളിൽ മുറിച്ചെടുക്കാം. എല്ലാവരും തയ്യാറാക്കി നോക്കണം. നല്ല സോഫ്റ്റും ടേസ്റ്റിയാണ്. താങ്ക് യു.